ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഒരു പ്രത്യേക ഭാഗം പഠിക്കാൻ പോവാണ്. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസിലെ വാല്യൂ ഓഫ് പ്രോഡക്റ്റ്. അതായത് നമുക്ക് പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ നമുക്കുള്ള ആ ഫ്രാക്ഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നോക്കിയാൽ 2/3 ഇൻറ്റു 4/5 മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. എന്താണ്? ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു 4 8. ഓക്കെ, 5 ഇൻറ്റു 3 50. ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ ഉണ്ടല്ലോ 8/15. അത് 8/15 ലെസ് ദാൻ 2/3 ആയിരിക്കും. അതേപോലെ തന്നെ 8/15 ലെസ് ദാൻ 4/5 ആയിരിക്കും. നമ്മളിവിടെ ശ്രദ്ധിക്കണം, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫ്രാക്ഷൻസ് പ്രോപ്പർ ഫ്രാക്ഷൻ ആണല്ലോ. 2/3 എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ? ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതായിട്ടുള്ളതാണ് പ്രോപ്പർ. അപ്പോൾ രണ്ട് പ്രോപ്പർ ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ടല്ലോ അതിനെക്കാട്ടി ചെറുതായിരിക്കും, ലെസ് ആയിരിക്കും. അതായത് 8/15 ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. 8/15 ഈസ് ലെസ് ദാൻ 2/3 ആൻഡ് 8/15 ഈസ് ലെസ് ദാൻ 4/5. അതെങ്ങനെ മനസ്സിലായെന്ന്, ചെറുതാണ് വലുതാണെന്ന് എങ്ങനെ മനസ്സിലായി? നമുക്ക് നോക്കാം. ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 8/15 2/3 ഇതെങ്ങനെ ചെറുതാണോ വലുതാണോ നോക്കാൻ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവർ ഒരുപോലെ ആക്കും. എങ്ങനെ ഒരുപോലെ ആക്കുന്നത്? നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോഴാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ആരാണ് വലുത് ആരാണ് ചെറുതെന്ന്. അപ്പം നമുക്ക് ഇവരുടെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ പോലെ. ഇപ്പം നോക്കിയേ 8/15 2/3 അവരുടെ ഡിനോമിനേറ്റർ എങ്ങനെ നമ്മൾ സെയിം ആക്കുന്നത്? അതെ, നമുക്കറിയാം 15ൻ്റെയും 3യുടെയും നമ്മൾ എന്തെടുക്കും? LCM എടുക്കും. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ അഡീഷൻ ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഒരുപോലെ ആക്കി ഏതിൻ്റെ ടേബിളിൽ വരും? 3യുടെ ടേബിളിൽ അല്ലേ? അപ്പം 5 ഇൻറ്റു 3 15 3 ഇൻറ്റു 1 ഇപ്പം എനിക്ക് കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവരെ 3 പേരാണ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 3 ഇൻറ്റു 5 ഇൻറ്റു 1 എത്രയാണ്? 15. അപ്പോൾ നമുക്ക് LCM എത്ര കിട്ടി? 15 കിട്ടി. ഓക്കെ, ഇത് ഓൾറെഡി 8/15 തന്നെയാണ്. ഓരോരുത്തരെ മാറ്റാൻ പോകണം. ഇതിന്റെ ഡിനോമിനേറ്റർ. അപ്പം നമുക്ക് പുതിയ ഡിനോമിനേറ്റർ കിട്ടിയിട്ടുണ്ട് 15. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ 8/15ന്റെ ഡിനോമിനേറ്റർ 15 തന്നെയാണ്. അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. ഇവരെ മാത്രം മാറ്റിക്കുകയും 2/3 മാറ്റിക്കുക. എങ്ങനെ 2/3 മാറ്റുന്നത്? നമ്മൾ അവിടെ ഡിനോമിനേറ്റർ പഴയ ഡിനോമിനേറ്റർ എത്ര നോക്കും? 3. പുതിയ ഡിനോമിനേറ്റർ എത്രയാണ്? 15. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും? 3യെ 5 കൊണ്ട്. ആ 5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 5 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ 5 ഇൻറ്റു 2 10 5 ഇൻറ്റു 3 15. ഇപ്പം സെയിം ആയില്ലേ? ഇപ്പം ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് 2/3യുടെ സ്ഥാനത്ത് നമുക്ക് എന്നാ എഴുതാം? 10/15 എഴുതാം. ഇനി ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യാം. 8/15 ആണോ 10/15 ആണോ വലുത്? രണ്ട് ഡിനോമിനേറ്റർ 15. അപ്പം മേളിലിട്ട ഇത് 10. അപ്പം ആരാ വലുത്? 10/15. അപ്പം ഞാൻ എഴുതിയത് ശരിയല്ലേ? 8/15 ലെസ് ദാൻ 2/3 എന്ന് എഴുതിയത് ശരിയല്ലേ? ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഇത് നോക്കാം. ഏതാ? 8/15ഉം 4/5 നോക്കാം. 4/5നെ ഒന്ന് ഡിനോമിനേറ്റർ സെയിം ആക്കിക്കേ. അപ്പം അടുത്ത് നോക്കേണ്ട LCM ആരുടെയൊക്കെയാണ് നോക്കേണ്ടത്? ആരെയൊക്കെ ഒരുപോലെ ആക്കേണ്ടത്? ആദ്യത്തെ ഞങ്ങൾ റബ്ബ് ചെയ്യാമേ. ഓക്കെ, അടുത്തത് നോക്കാം. ഞാൻ ഒരെണ്ണം മാത്രമേ ചെയ്ത് കാണിക്കത്തുള്ളൂ, എല്ലാം കൂടെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 8/15ഉം എന്തൊക്കെയാണ് വേണ്ടത്? 4/5. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി രണ്ടുപേരുടെയും കൂടെ LCM എടുത്തു. 5ന്റെ ടേബിളുണ്ടല്ലോ രണ്ടുപേരും. അപ്പോൾ എത്രയാണ്? 5 ഇൻറ്റു 3. ഇനിയുണ്ടോ കോമൺ? എല്ലാവരും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 5 ഇൻറ്റു 3 ഇൻറ്റു 1 15. അപ്പോൾ പുതിയ ഡിനോമിനേറ്റർ എത്രയാണ്? നമുക്ക് LCM എത്ര കിട്ടി? 15. അതിൻ്റെ അർത്ഥം പുതിയ ഡിനോമിനേറ്റർ 15 ആണ്. ഇവരെ മാറ്റണം? വേണ്ട, ഓൾറെഡി അവരുടെ ഡിനോമിനേറ്റർ 15 തന്നെ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. 4/5നെ മാറ്റുന്നേ എന്താണ്? നമ്മുടെ പഴയ ഡിനോമിനേറ്ററിനെ പുതിയ ഡിനോമിനേറ്റർ ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എത്രയാണ്? 5 ഇൻറ്റു 3. ആ 3 കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് മക്കളെ 12/15. അപ്പോൾ നോക്കിയേ, 4/5ന്റെ സ്ഥാനത്ത് ആരെ കിട്ടി? 12/15. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 12/15. അപ്പോൾ ആരാ വലുത്? 8/15 ആണോ 12/15 ആണോ വലുത്? നമുക്കറിയാം 12. അപ്പം ഞാൻ എഴുതിയത് ശരിയല്ലേ? 4/5നെക്കാട്ടി വലുതല്ലേ? ശരിയല്ലേ? ഓക്കെ, ഇതേപോലെ തന്നെയാണ്. അപ്പം ഇതിൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്താ
രണ്ട് പ്രോപ്പർ ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഈ രണ്ട് ഫ്രാക്ഷനെക്കാട്ടിലും, അവരുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2/3 4/5. അപ്പോൾ 2/3യെക്കാട്ടിലും ലെസ് ആയിരിക്കും, 4/5നെക്കാട്ടിലും ലെസ് ആയിരിക്കും. അതെങ്ങനെ കിട്ടി എന്നാണ് ഞാൻ കാണിച്ചത്. ഇത് എക്സാമിന് വരുന്നതല്ല, ഇത് നിങ്ങളുടെ അറിവിലേക്കുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പം രണ്ട് പ്രോപ്പർ ആണെങ്കിൽ അവരുടെ ആൻസർ ഈ രണ്ടെണ്ണത്തിനേക്കാൾ ലെസ് ആയിരിക്കും. അപ്പം നമുക്കിവിടെ ആൻസർ എന്നായിരിക്കും? പ്രോഡക്റ്റ് ഈസ് ലെസ് ദാൻ 2 ഫ്രാക്ഷൻ. രണ്ട് ഫ്രാക്ഷനെക്കാട്ടിലും പ്രോഡക്റ്റ് എന്നായിരിക്കും? ലെസ് ആയിരിക്കും. അപ്പൊ ഈ കേസിലോ നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 2 × 1 2, 5 × 7 എത്രയാണ്? 35. അപ്പൊ ഇവിടെ എന്ത് തന്നെയായിരിക്കും? നമ്മൾ ചെയ്ത് നോക്കാം. ഇപ്പൊ വെറുതെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്നും എടുത്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എഴുതാം? നമ്മൾ കിട്ടിയ ആൻസർ 2/35 ഈസ് ലെസ് ദാൻ ഏതിനെക്കാട്ടിൽ? 1/5നെ. അതേപോലെ 2/35 എന്തിനെക്കാട്ടിൽ ലെസ് ആയിരിക്കും? 2/7നെക്കാട്ടിലും ലെസ് ആയിരിക്കും. കാരണം ഇതുപോലെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കൂടെ എടുത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കി, ഈ 5ന്റെയും കൂടെ ഡിനോമിനേറ്റർ 35 ആക്കി, അതേപോലെ തന്നെ 7ന്റെ ഡിനോമിനേറ്റർ 35 ആക്കി ചെയ്ത് നോക്കിയാൽ മുമ്പേ ചെയ്ത് കാണിച്ചു. നമ്മൾ മനസ്സിലായി. നമ്മൾ ആദ്യം വിചാരിച്ചോ 2/3 8/15 2/3യെക്കാട്ടി ചെറുതോ എന്ന് നമ്മൾ വിചാരിച്ചില്ലേ? അല്ല, ചെറുതല്ല. ശരിക്കും ചെറുതല്ലെന്നല്ല, ചെറുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തില്ലേ? അപ്പൊ അതേപോലെ ഇത് ചെയ്ത് നോക്കുക. സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇവിടെ ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3/8 അവരൊരു പ്രോഡക്റ്റ് ഒരു ഫ്രാക്ഷൻ തന്നിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു ഫ്രാക്ഷൻ, അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കണം. ഇപ്പൊ എത്രയാ? ഞാനിപ്പോ ഇവിടെ 3/8 എഴുതാൻ പോവാം. ഇത് പ്രോപ്പർ ആണല്ലോ, ഇഷ്ടമുള്ള എഴുതി. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 3 × 3 9, 8 × 8 64. അപ്പൊ ഇതിന്റെ എങ്ങനെ എഴുതാം നമുക്ക്? 9/64 ലെസ് ദാൻ 3/8 എന്ന് എഴുതാം. അതേപോലെ 9/64 ലെസ് ദാൻ സോറി ഇത് രണ്ട് 3/8 എന്നാണ് ഞാൻ എഴുതിയത്. ഓക്കെ, ഞാൻ നോക്കിയില്ല, നമുക്കതൊന്ന് മാറ്റിയേക്കാം. ഇവിടെ ഞാൻ 5/8 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എത്ര വരും? 50. ഓക്കെ, അപ്പോൾ 15/64 ലെസ് ദാൻ 3/8 എന്നും, അതുപോലെ 15/64 ലെസ് ദാൻ 5/8 എന്ന് എഴുതാം. ഇനി ഓക്കെ, ഇവിടെ എഴുതണം. ഇവിടത്തെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ വരുന്ന പോലെ വേണമല്ലോ. 4 × 2 8, 9 × എത്രയാ? 45, 9 × 5 ഇത് ഫില്ല് ചെയ്തു. ഓക്കെ, ചുമ്മാ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതൊന്ന് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ നമുക്ക് എന്നാ എഴുതാം? 8/45 ലെസ് ദാൻ 2/5 എന്നും, അടുത്തപോലെ 8/45 ലെസ് ദാൻ 4/9 എന്ന് എഴുതാം. അതായത് കിട്ടുന്ന പ്രോഡക്റ്റ്, രണ്ട് പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ രണ്ട് ഫ്രാക്ഷനെക്കാട്ടിലും ചെറുതായിരിക്കും. മനസ്സിലായല്ലോ? അതാണ് എഴുതിയത്. ഇപ്പോൾ ഒരെണ്ണം മാത്രം അതെങ്ങനെയാണ് ചെറുതാണ് എന്ന് മനസ്സിലാക്കി കമ്പയർ ചെയ്തത് ഞാൻ ഫസ്റ്റ് വൺ മാത്രം ചെയ്ത് കാണിച്ചു. ബാക്കി ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇത് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് അത് കമ്പയർ ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്റർ സെയിം ആക്കി ഞാൻ ചെയ്തതെന്ന്. മക്കളെ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ബാക്കി ഇവിടെ നിങ്ങൾ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കേ. അഥവാ ഞാനത് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് ചെയ്ത് കാണിക്കാം. ഈസിയാണ്, അതുകൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത്. പിന്നെ ഇത് എക്സാമിന് വരുന്നല്ല, അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ മക്കളെ, ഇത് മനസ്സിലായില്ലേ? അപ്പം ഇത്ര ഓർത്താൽ മതി. രണ്ട് പ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഈ രണ്ട് പ്രോപ്പർ ഫ്രാക്ഷനെക്കാട്ടിലും ചെറുതായിരിക്കും. ഓക്കെ മക്കളെ, ഇതൊന്ന് ചെയ്ത് നോക്കണേ. ആദ്യത്തെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നിങ്ങൾ തന്നെ ഇത് കമ്പയർ ചെയ്ത് നോക്കുക, ശരിയാണോ പറഞ്ഞേക്കുന്നതെന്ന്. ഓക്കെ, ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.